അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ കൊടുത്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഒക്കെ മുടിയുടെ ഒക്കെ ഇടുമ്പോഴൊക്കെ എന്നോട് ചിലരൊക്കെ ചോദിച്ചായിരുന്നു മുടി പൊഴിച്ചിലിന് പിന്നെ അതുപോലെ തന്നെ താരം പോകാനൊക്കെ എന്നതാണ് ചെയ്യുന്നത്. ഞാൻ കുറേ ടിപ്സൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലൊരു ടിപ്സാണ് മുടി വളരാനും അതുപോലെ തന്നെ താരം പോകാനും മുടി പൊഴിച്ചിൽ മാറാനും ഒക്കെ ഏറ്റവും നല്ല ടിപ്സാണ്. എനിക്ക് മുടി പൊഴിച്ചിലൊക്കെ മാറിയത് ഈ ഒരു ടിപ്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഞാനിതിപ്പോൾ എൻ്റെ മുടിയെ ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാര്യം എനിക്കൊരു ചെറിയൊരു ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അച്ചുവിൻ്റെ മുടിയെ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അച്ചു ഇന്ന് ഇവിടെ ഉള്ളതുകൊണ്ട് അച്ചുവിൻ്റെ മുടിയിൽ ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിന് എന്നൊക്കെയാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നിസ്സാരം രണ്ടേ രണ്ട് സംഭവങ്ങളേ ഉള്ളൂ. അതും വലിയ വിലയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധനത്തിലൂടെ ഒരു ചെറിയൊരു ഇതും കൂടെ ചേർത്താൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇപ്പം വലിയ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ലപോലെ ഇത് തലയിൽ പറ്റിയതിന് ശേഷം ഒരു ചെറു ചൂടുവെള്ളത്തിൽ തല ഒന്ന് കഴുകിയാൽ മതി. അപ്പം ഞാനിത് എന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിക്കാം. ഒത്തിരി വലിച്ചു നീട്ടി കൊണ്ടുവന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നൊരു വീഡിയോസ് ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നല്ല അടിപൊളി ഒരു ഹെയർ ടിപ്സ് കാണാം കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കൊച്ചു പിള്ളേരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കുഞ്ഞും ഏതൊരു മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്കത് വീഡിയോയിലൂടെ കാണാമേ. നമുക്ക് ഇതിന് വേണ്ട എന്നാന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഉലുവയാണിത്. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 സ്പൂൺ ഉലുവയാണ്. കൊതുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉലുവ എടുത്തേച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നതാണ്. ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഇതെടുക്കാം. ഉലുവ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം പിന്നെ അത് വേണമെങ്കിൽ അതിൻ്റെ ജെല്ല് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. നമ്മൾ ഈ ചതച്ചൊക്കെ എടുക്കില്ലേ, ആ ജാറിനകത്തിട്ടാണ്. ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് ഇനി ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കല്ലേ, ഇത്രയും വെള്ളം മതി, ഒരുപാട് വെള്ളം ചേർക്കേണ്ട. ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. ചതച്ചതിന് ചെറുതായിട്ടൊന്ന് അരച്ച് എടുത്തുകൊണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കണം. നമ്മുടെ ഉലുവ എല്ലാം അരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തൊരു ജാറ് കഴുകി ഒരു ശകലം വെള്ളവും കൂടെ അരിഞ്ഞെടുക്കണേ. ഇങ്ങനെ ഇച്ചിരി തിക്കായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു തുണി എടുക്കുക. നമുക്ക് ചുരിദാറിൻ്റെ ഒക്കെ ഷോൾ ഉണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഈ തോർത്തിനകത്ത് പിഴിഞ്ഞെടുക്കാതിരിക്കുക. അതിൻ്റെ ഈ തോർത്തിൻ്റെ ഈ നൂലിന് അകലം ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഇതങ്ങ് ഒത്തിരി കട്ടായിട്ട് ഇതിൻ്റെ ഈ ജെല്ല് നമുക്ക് ശരിക്കും അങ്ങോട്ട് കിട്ടുകയല്ല കേട്ടോ. തോർത്തിനകത്ത് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇത് ഞാനിപ്പോൾ മുണ്ടിൻ്റെ ഒക്കെ തുണിയാണ്, അതുപോലെ നമുക്ക് ഇച്ചിരി നൈസായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ജെല്ല് നമുക്ക് കിട്ടണം. ഇതേണ്ട, ഇതുപോലത്തെ ജെല്ലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം അതിന് നല്ലപോലെ ഒരു ഇങ്ങനെ നൂല് അടുപ്പിച്ചുള്ള ഇതുപോലുള്ള എന്തെങ്കിലും ഒരു തുണിയായിരിക്കണം. നല്ല അരിപ്പയിൽ അരിച്ചെടുത്താലും കൊള്ളുകയില്ല കേട്ടോ. ഇങ്ങനെ ഈ ജെല്ല് ഇതുപോലെ നമുക്ക് ഇതുപോലെ കിട്ടണം. ഞാൻ ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഞാൻ ആ മുണ്ടിൻ്റെ ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തപ്പോഴത്തേക്കുള്ള അതിനെ അതിങ്ങോട്ട് ശരിക്കും ജെല്ല് വരുന്നില്ല. അപ്പം അതിന് ഇങ്ങനത്തെ ഇതൊരു ഷോളാണ്. ഷോളിനകത്ത് എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ നമുക്ക് ജെല്ല് കിട്ടാൻ തുടങ്ങി. ഇത് കണ്ടോ, ഷോളിൻ്റെ ഒരു പഴയ ഷോൾ തന്നെ എടുത്തേച്ച് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ സൈഡിലോട്ട് ഈ ജെല്ല് എടുത്തേച്ച് ഇങ്ങനെ എടുത്താൽ നല്ല ഇതായിട്ട് ജെല്ല് കിട്ടാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് എടുക്കാവേ. എനിക്കത് ആ മുണ്ടിൻ്റെ തുണിയേക്കാളും നല്ലത് ഇത്ര ഷോളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. മറ്റേത് ഭയങ്കര ടൈറ്റായിട്ട് തോന്നിയായിരുന്നു. ഇതുപോലെ നമുക്ക് ഇതേണ്ടേ, ഇങ്ങനെ ഇതിൻ്റെ ജെല്ലെല്ലാം ഒന്ന് എടുക്കട്ടെ.
ഞാൻ ഇപ്പോൾ അതിൻ്റെ തുണി മാറ്റിയതുകൊണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് എടുത്താൽ, മറ്റേ അത്ര കിട്ടുന്നതിനേക്കാൾ നല്ല ഇതായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജെല്ലെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് കേട്ടോ. ഇതുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ജെല്ലാണ് കിട്ടിയേക്കുന്നത്. ശകലം പോലും തരിയില്ലാത്ത നല്ല ഉലുവയുടെ ജെല്ല് മാത്രമായിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് എന്നിട്ട് ഞാൻ ഇച്ചിരിയുടെ വെള്ളം ചേർത്തേച്ച് ഒന്ന് മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കേട്ടോ. ഈ ജെല്ലാക്കി എടുത്തതിന് ശേഷം ഭയങ്കര തിക്കായിട്ടായിരുന്നു ഇരിക്കുന്നത്. അപ്പം നമുക്ക് തലയിൽ പറ്റുമ്പോഴത്തേക്ക് ഒരു ശകലം ഒന്ന് ലൂസാക്കി എടുത്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോട്ടെ. തുമ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിനകത്ത് ഇപ്പോൾ 1 or 2 വേണേലും ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ തീർന്നായിരുന്നേ, ഒരെണ്ണം കൂടി ഇരിപ്പുള്ളായിരുന്നു. അപ്പം ഞാൻ അതങ്ങ് ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മാത്രം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ ഉലുവയുടെ ജെല്ലിനകത്തോട്ട് ഈ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ മാത്രം നമ്മൾ ചേർത്താൽ മതി, വേറെ ഒന്നും ഇതിനകത്തോട്ട് ചേർക്കണ്ട. എന്നിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തലയിൽ പുരട്ടാമേ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനൂടെ വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ മാത്രമുള്ളൂ നമ്മൾ ഉലുവ മാത്രം ചേർക്കുന്നത്. അല്ലാതെ തലയിൽ വരുന്നൊക്കെ നമ്മൾ മുടിക്ക് നല്ല വളർച്ച കിട്ടാനും ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതും ഈ ക്യാപ്സൂളിലൊന്നും ഒരുപാട് വിലയുള്ളതൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഒരു 3 or 4 മേടിച്ചാലും മതി, ഒരുപാടൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള മാത്രമായിട്ട് അങ്ങനെയും കടയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ജെല്ലെല്ലാം സെറ്റായി നമ്മൾ ഈ ഉഴുന്നൊക്കെ അരച്ച് വെക്കില്ല, അതുപോലെ ഇരിക്കും കേട്ടോ. അതുപോലൊരു ഇച്ചിരി അങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും നല്ലതാണ് നമ്മുടെ തലയിൽ പറ്റാനായിട്ട് ഉലുവ ജെല്ലെന്ന് പറയുന്നത്. ഏറ്റവും നല്ല റിസൾട്ടും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും കൂടെ ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ അച്ചുവിൻ്റെ തലയിൽ എപ്പോഴും അച്ചുവിൻ്റെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ തലയിൽ പറ്റുന്നതും കൂടെ കാണിച്ചു തരാവേ. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ ചെറുതായിട്ട് ഇതായിരിക്കില്ല. ഇതിനകത്ത് മൊത്തം അത് നല്ലപോലെ ചേരണം. ഞാൻ പറയില്ല, 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല 2 or 3 ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. മുടിയെ ഇത് പുരട്ടുന്നതിന് മുന്നേ ഉണ്ടല്ലോ നമ്മൾ ഇച്ചിരി എണ്ണ തലയിൽ പറ്റണേ. അതിന് മുമ്പ് ചെടയൊക്കെ കളഞ്ഞ് മുടി നല്ല അച്ഛൻ്റെ മുടി മുറിക്കാറായിട്ടുണ്ട് കേട്ടോ. മുടി കുറച്ചൊന്ന് മുറിച്ച് വിടണം. ഇനി തലയിൽ എണ്ണ തേച്ചതിന് ശേഷമാണ് ഇത് ജെല്ല് പുരട്ടാവളെ. അപ്പോൾ വെച്ച് തലയിൽ നല്ലപോലെ ഒന്ന് എണ്ണയൊക്കെ പുരട്ടെ. തലയിൽ എണ്ണ പുരട്ടാതെ ഈ ഉലുവയുടെ ജെല്ല് തലയിൽ പുരട്ടരുത് കേട്ടോ. പുരട്ടിയുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ എണ്ണ ഇരിക്കുന്നത്, എണ്ണ എടുത്താലേ പറ്റിക്കും. കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ മുടി ഒരുമാതിരി ചകിരിനാര് പോലെ കിടക്കും കേട്ടോ. അതിനെ ഒരു ശകലം എണ്ണ തേച്ച് മുടിയിലോട്ട് പുരട്ടാൻ പറയുന്നത്. മുടി ഒരു എണ്ണ പുരട്ടി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുടിയൊന്ന് കെട്ടി വെച്ച് മുടിയിലൊന്ന് പിടിച്ചതിന് ശേഷമേ പുരട്ടാവുള്ളൂ കേട്ടോ, ജെല്ല് പുരട്ടാവുള്ളൂ. നല്ലപോലെ മുടിയെ പുരട്ടെ. സ്കാൽപ്പിലേക്കൊക്കെ നല്ലപോലെ തേച്ച് എണ്ണ കൊടുത്തേച്ച് മുടിയുടെ തുമ്പ് വരെ പുരട്ടണേ. എണ്ണയെല്ലാം പുരട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണാമേ. തലയിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇപ്പം ഒരു 10-15 മിനിറ്റോളം ആയി കേട്ടോ. ഇനിയിപ്പോൾ തലയിലോട്ട് തേക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ജെല്ലായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് വേണ്ടി ഇങ്ങനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും, പോകത്തില്ല. എന്നിട്ട് നമുക്കിങ്ങനെ സ്കാൽപ്പിൽ ഞാൻ കാണിക്കാം. ഇതുണ്ട്, ഇങ്ങനെ സ്കാൽപ്പിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. മുടി വച്ച് ഞാൻ മറ്റേ സിറിഞ്ച് കൊണ്ട് തേക്ക് ഇതുണ്ട്, അത് ഇങ്ങനെ ഇതുണ്ട്. ശകലം പോലും തല തേച്ച് നമ്മളല്ലാതെ ഉലുവ അരച്ച് തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ പൊട്ടും പൊടിയും എല്ലാം തലയിലിരിക്കുവേ. നമുക്കത് കഴുകിയാലും പോകത്തില്ല, കുറേ പ്രാവശ്യം കഴിഞ്ഞ്. ഇതുണ്ട്, ഇപ്പോൾ തല തേച്ചിട്ട് കാണാൻ കൂടിയില്ല, അത് തലയിലോട്ട് ജെല്ലങ്ങ് ഇതായി. അപ്പോൾ നമുക്ക് തല പുരട്ടാനും നമുക്ക് എളുപ്പമുണ്ട്. ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് ഇങ്ങനെ മുടിയെ മുഴുവനും ഇങ്ങനെ മുടി പകഞ്ഞ് സ്കാൽപ്പിലേക്ക് ഇങ്ങനെ നല്ലപോലെ തേച്ച് കൊടുത്തേച്ച് ഒന്ന് മസാജും കൂടെ ചെയ്യണേ. ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തല കഴുകാവുള്ളൂ.
അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ തലമുടി കഴുകി കഴിഞ്ഞുള്ള വരുന്നൊന്നുമില്ല. ഇപ്പം തന്നെ സമയം ഒരുപാടായി കേട്ടോ. തലയിൽ ഇങ്ങനെ തേച്ച് വെച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി കഴുകി കളയത്തേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ താരം ഫുള്ള് പോകും. താരനും പോകും, മുടി കൊഴിച്ചിലും മാറും. താരം പോയാൽ തന്നെ മുടി കൊഴിച്ചിൽ നമുക്ക് മാറിക്കിട്ടും. അങ്ങനെ പുരട്ടിയെടുക്കാം. അപ്പം മുടിയിൽ നല്ലൊരു താഴോട്ടൊക്കെ പറ്റുന്നുണ്ട്, നല്ല ഇത് കിട്ടും. മുടിക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും. മുടിയൊക്കെ പൊട്ടിപ്പോകുന്നതിനും ഒക്കെ നല്ലതാണ് ഇത് കേട്ടോ. പിന്നെ ഇതെല്ലാം തലയിലൊന്ന് പുരട്ടിയെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാണാം. നല്ലപോലെ തേച്ച് കേട്ടതുണ്ട്. ഒരു ജെല്ല് തല പറ്റേക്കുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളേ, ശകലം പോലും അതിൻ്റെ തരിയോ ഒന്നുമില്ല. എന്നിട്ട് ഇതുപോലൊന്ന് നല്ലപോലെ തല മസാജ് ചെയ്ത് കൊടുക്കണേ. ഒരു 2 മിനിറ്റേലും ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമേ മുടി വാരി കെട്ടി വെക്കാളൂ. എന്നിട്ടൊരു 15 മിനിറ്റ് ആണെങ്കിലും മതി കേട്ടോ. 20 മിനിറ്റ് ഒന്നും ഇരിക്കണമെന്നില്ല. 10-15 മിനിറ്റ് ഒന്ന് ഇരുന്നതിന് ശേഷം തലയിങ്ങ് നല്ലപോലെ കഴുകുക. നമ്മൾ എണ്ണ തല പറ്റിയാലും നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ മുടിയെല്ലാം നല്ലൊരു ഇതാകത്തുള്ളൂ. ഇനി ഒന്ന് മസാജ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടിയെല്ലാം കെട്ടിച്ച് പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 20 മിനിറ്റ് ഒന്നും ആയിരുന്നു. ഞാൻ ചിലപ്പോൾ 20 മിനിറ്റ് കൂടുതലൊക്കെ നേരത്തെ വെക്കുമായിരുന്നു കേട്ടോ. ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ തല പറ്റിയങ്ങ് നടക്കും. അന്നേരം പിന്നെ നമുക്ക് കുളിക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1/2 മണിക്കൂറാകും, 1 മണിക്കൂറാകും. അന്നത്തേക്ക് ചിലപ്പോൾ ഉണങ്ങി പിടിക്കും തലയിലോട്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് തല വെപ്പിക്കുന്നുള്ള വെച്ചുണ്ട്. എന്നാൽ അത് തണുപ്പായതുകൊണ്ട് പനിയോ വല്ലതും വന്നെങ്കിലേ. അപ്പം നമ്മുടെ ഉലുവ ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് ഹെയറിൽ പരട്ടുന്നത് എങ്ങനെയാണെന്നും ഉള്ളതെല്ലാം ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ദിവസം ഉപയോഗിക്കാൻ കേട്ടോ. നമുക്കിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന അത്ര സാധനം എടുത്ത് നമുക്ക് ആവശ്യമുള്ള എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് നിങ്ങൾ തലയിൽ പറ്റി തീർന്നതിന് 2-3 ദിവസം ആകുമ്പോൾ തന്നെ താരം ഫുള്ള് തലേന്ന് പോയിരിക്കും. അതുപോലെ പെട്ടെന്ന് നമുക്ക് മുടി പൊഴിച്ചിലും മാറിക്കിട്ടും കേട്ടോ. മുടി പൊഴിച്ചിലും മാറിക്കിട്ടും, താരനും പോകും. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും മുടി വളരുന്നതിൻ്റെ ആ ഒരു മാറ്റവും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്നോട് ദിവസം ഞാൻ അച്ഛൻ്റെ മുടിയിൽ ഇങ്ങനെ പറ്റുന്ന പറഞ്ഞപ്പോൾ ചേച്ചിയുടെ തലയിൽ പറ്റാറ്, എൻ്റെ തല പരട്ടാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഒന്നും പറ്റാറില്ല. അച്ഛനെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരാൾ ചെയ്തു തരുവാണെങ്കിൽ പെട്ടെന്ന് ഇതായി എടുക്കാം. നമ്മുടെ സ്വന്തം കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഓർക്കോ ഇച്ചിരി കഴിയട്ടെ അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കളയിലേ നടക്കുള്ളൂ. അതേസമയം അച്ഛനെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല, അവളെ പിടിച്ചിരുത്തി അവിടെ തല തേച്ചും എല്ലാം കൊടുക്കും. അവളുടെ തല തേക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ അവിടെ തല തേക്കുമ്പോൾ എൻ്റെ തലയിലും വേണേൽ തേക്കായിരുന്നു. പക്ഷേ എനിക്ക് നല്ല മൂക്കടപ്പുണ്ട്. അതുകൊണ്ട് എനിക്കിത് തണുപ്പല്ല ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മൂക്കടപ്പ് ഇതൊക്കെ ഉള്ള സമയത്ത് പരട്ടരുത് കേട്ടോ. പരട്ടി കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമൊക്കെ കൂടത്തേ ഉള്ളൂ. തലവേദനയൊക്കെ ഉള്ള സമയത്തൊന്നും പരട്ടരുത്, തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ആ സമയത്തൊന്നും നമ്മൾ തലയിൽ പരട്ടരുത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പരട്ടത്ത്. ഇന്നിപ്പോൾ അത് പരട്ടി തണുപ്പൊക്കെ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞാണ് അച്ഛൻ്റെ തലയിൽ പരട്ടാനും എല്ലാം തുടങ്ങിയത്. ഇനിയിപ്പോൾ ഞാൻ നാളെ ചിലപ്പോൾ രാവിലെ തലയിലൊന്ന് പരട്ടുമായിരിക്കും. ഉറപ്പ് പറയാൻ പറ്റത്തില്ല, മൂക്കടപ്പിൻ്റെയൊക്കെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഒത്തിരി എൻ്റെ മുടി പോയായിരുന്നു. എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്കൊക്കെ എന്നെ മനസ്സിലാകും. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് വരുന്നവർക്കാണ് മനസ്സിലാകാത്തത്. എൻ്റെ ഇവിടെ ഒന്നും മുടിയേ ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ കഷണ്ടി പോലെ കയറിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ മുടി കിളുത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ മുടി ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് കണ്ടോ, ഇങ്ങനൊന്നും മുടി ഇല്ലായിരുന്നു എനിക്കിവിടെ. അവിടെയൊക്കെ മുടിയെല്ലാം പൊടി പോലെ മുടി കിളുക്കാൻ തുടങ്ങി. ഇവിടെ അതുകൊണ്ട് നല്ലപോലെ മുടി ഇതുണ്ട്. മുടി കുഞ്ഞു ഹെയറുകൾ കണ്ടോ, കുട്ടി ഹെയറുകളുണ്ട്. അങ്ങനെ കിളുക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ മുടിയുടെ നീളമാണേലും എനിക്ക് ഒട്ടും നീളമില്ലായിരുന്നു കേട്ടോ. ഒരു ശകലമേ നീളമുള്ളായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇത് ഇത്രയും നീളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുടി. അങ്ങനെ എൻ്റെ എനിക്ക് മുടിക്ക് നീളം ഉണ്ടായിരുന്നായിരുന്നു. മുടിക്ക് നല്ല ഉള്ളും ഉണ്ടായിരുന്നു. എൻ്റെ മുടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോർമോൺ വന്നതിന് ശേഷം എൻ്റെ മുടി ഫുള്ള് പൊഴിയാനും തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ മുടി മൊത്തം പോയത് കേട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് മുടി ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ മുടിയൊക്കെ പൊഴിയുന്നവരുടെ മുടിക്കൊക്കെ നല്ല മാറ്റം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാതെ ഹോർമോണിൻ്റെ പ്രശ്നം വരുമ്പോൾ മരുന്ന് കഴിക്കാതെ മാറുമെന്ന് ചോദിക്കും. നമ്മൾ കുറച്ചൊക്കെ തലമുടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്നാലും കിട്ടാതിരിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.